വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാനാകാതെ ദൌത്യസംഘം 24 മണിക്കൂറിലധികമായി കടുവയെ നേരിട്ടോ സാങ്കേതിക സംവിധാനങ്ങളിലൂടെയോ കണ്ടെത്താനാവാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തുടർച്ചയായി 3 ദിവസങ്ങളിൽ കർഷകരുടെ വീടുകളിലെത്തി ആടുകളെ വകവരുത്തിയ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 24 മണിക്കൂറുകളായി പ്രദേശത്ത് അനുഭവപ്പെട്ടില്ല. തൂപ്ര മേഖലയിലെ അങ്കണവാടിക്ക് സമീപം ആടിനെ കൊന്ന ശേഷം വെള്ളക്കെട്ട് ഭാഗത്തേക്ക് മാറിയ കടുവ പിന്നീട് വനംവകുപ്പ് ഡ്രോൺ ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ആടിനെ പിടികൂടാത്തതിനാൽ സ്ഥലത്തു നിന്നും കടുവ മാറിയതായും നാട്ടുകാർക്ക് സംശയമുണ്ട്. എന്നാൽ കടുവ അവശനിലയിലായതിനാൽ പ്രദേശം വിട്ടുപോയിട്ടില്ലെന്നാണ് വനംവകുപ്പ് നിഗമനം. രാത്രി സമയത്ത് കണ്ടാലും മയക്കോടി വെക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. ഇന്നലെ രാത്രി നമ്മൾ ഇതിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ തെരച്ചിൽ ഡ്രോൺ ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഇതിന്റെ ഒരു സഞ്ചാരപഥം എവിടെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു. ആ ശ്രമങ്ങളിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെതലത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന കടുവ 9 ദിവസത്തിനുള്ളിൽ 5 ആടുകളെയാണ് കൊന്നത്. ആട് നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഡിഎഫ്ഒ കർഷകരുടെ വീടുകളിൽ എത്തി കൈമാറി. കർണാടക വനമേഖലയിൽ നിന്നുമാണ് 13 വയസ്സ് പ്രായമുള്ള ആൺകടുവ പുൽപ്പള്ളിയിൽ എത്തിയതെന്നാണ് നിഗമനം. ന്യൂസ് 18 വയനാട്.